കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്നുള്ള ടോപ്പിക്കാണ് അല്ലെ നോക്കിയത്. കുറച്ച് കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ, ദെൻ ബഡ്ജറ്റ് ലൈൻ എന്താണ്, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ദെൻ ബഡ്ജറ്റ് ലൈൻ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ദെൻ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ, ഇതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പിന്റെ ഒരു ചെറിയ ഇക്വേഷൻ പറഞ്ഞിട്ടാണ് ടീച്ചർ നിർത്തിയത്. ഇനി കണ്ടിന്യൂഷൻ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് ഓർമ്മയുണ്ടോ? ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ -P1/P2. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടണത് അറിയാമോ? എന്താണ് ഈ -P1/P2 എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പാണ് അല്ലെ. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? -P1/P2 എന്നുള്ളത്. എന്താ ഈ ചെരിവ് എന്ന് പറഞ്ഞാല്? എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ലൈൻ ചെരിഞ്ഞു വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ലൈൻ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആയിട്ട് ചെരിഞ്ഞു വരാൻ കാരണം നിങ്ങൾ ആലോചിച്ചോ? എന്തായിരിക്കും? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫിക്സഡ് ഇൻകം ആ കൺസ്യൂമറിന്റെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, ആ കൺസ്യൂമറിന് ആ ഇൻകം സ്പെൻഡ് ചെയ്തുകൊണ്ട് എത്ര കമ്മോഡിറ്റീസ് വാങ്ങിക്കാം? 2 കമ്മോഡിറ്റീസ് വാങ്ങിക്കാം. അതിന്റെ ഡിഫറെന്റ് ബണ്ടിൽസ് വാങ്ങിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അതിൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? മുഴുവൻ ഇൻകം സ്പെൻഡ് ചെയ്തുകൊണ്ട് വാങ്ങിക്കാവുന്ന ബണ്ടിൽസിനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് എന്ത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാം ഈ ബഡ്ജറ്റ് ലൈനിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ, കുറച്ച് ബണ്ടിൽസിനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണല്ലോ. ക്ലിയർ അല്ലേ? ഇനി അതിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ എടുത്തിട്ട് നമ്മൾ ആലോചിക്കാൻ ആ കൺസ്യൂമർ ചിന്തിക്കുകയാണ്, എനിക്ക് 1 യൂണിറ്റ് കമ്മോഡിറ്റി 1ന്റെ കൂടുതൽ വാങ്ങിക്കണം. നമ്മൾ കമ്മോഡിറ്റി 1 X ആക്സിലും കമ്മോഡിറ്റി 2 Y ആക്സിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, എനിക്ക് കമ്മോഡിറ്റി 1ന്റെ 1 യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കണല്ലോ, എന്ത് ചെയ്യും? അയാൾക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ? കാരണം ഒരു ഫിക്സഡ് ഇൻകം ഉപയോഗിച്ച് അയാൾക്ക് വാങ്ങിക്കാവുന്ന ബണ്ടിൽസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു അല്ലെ. പിന്നെ 1 യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ ആകെ ഒരു ഓപ്ഷൻ എന്താണ്? കമ്മോഡിറ്റി 2വിന്റെ ഒരളവല്ല, കുറച്ച് യൂണിറ്റ്സ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കുറച്ചാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്മോഡിറ്റി 1ന്റെ 1 യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ചെരിഞ്ഞു വരാനുള്ള കാരണം ഇതാണ്. എന്താണ്? ദ എമൗണ്ട് ഓഫ് കമ്മോഡിറ്റി 2 സാക്രിഫൈസ്ഡ് ഫോർ ബൈയിങ് മോർ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി 1. അതായത് കമ്മോഡിറ്റി 1ന്റെ 1 യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി കമ്മോഡിറ്റി 2വിന്റെ കുറച്ച് എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. ആ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇവിടെ എന്തായി വരുന്നത്? ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെ പറ്റും? അതായത് കമ്മോഡിറ്റി 2വിന്റെ നമ്മൾ എത്ര അളവ് വേണ്ടെന്ന് വെക്കുന്നു അത് ഡിവൈഡഡ് ബൈ കമ്മോഡിറ്റി 1ൽ വന്ന മാറ്റം. അപ്പൊ അതിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ എങ്ങനെയാന്ന് വെച്ചാല്, ഇവിടെ ചേഞ്ചിനെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സ്മോൾ ട്രയാങ്കിൾ ആണല്ലേ ഇത്. ഇതിനെ നമ്മൾ എന്താ പറയാ? ഡെൽറ്റ. ഈ ഡെൽറ്റ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ചേഞ്ച് എന്നാണ്, എത്ര മാറ്റം വന്നു. അപ്പൊ ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്ര അളവ് കുറച്ചു, കമ്മോഡിറ്റി 2വിന്റെ എത്ര അളവാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചത്. ഡെൽറ്റ x1 എന്ന് വെച്ചാലോ x1ന്റെ എത്ര യൂണിറ്റ് നമ്മൾ കൂടുതൽ വാങ്ങിച്ചു. ക്ലിയർ ആയോ? ഇതെങ്ങനെയാണ് ഡയഗ്രമാറ്റിക്കലി എന്നുള്ളത് ടീച്ചർ ഒരു എക്സാമ്പിൾ വഴി കാണിച്ചു തരാം. നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച ഡയഗ്രാം. അതായത് ഏത് ഇക്വേഷൻ ആണെന്ന് ഓർമ്മയുണ്ടോ? 5x1 + 5x2 = 20. നമ്മുടെ കയ്യിൽ 20 രൂപയുണ്ട്. കമ്മോഡിറ്റി 1ന്റെ വില 5 രൂപ, കമ്മോഡിറ്റി 2വിന്റെ വില 5 രൂപ. അത് വെച്ച് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചിരുന്നു. അതായത് കമ്മോഡിറ്റി 1ന്റെ 4 യൂണിറ്റും കമ്മോഡിറ്റി 2വിന്റെ 4 യൂണിറ്റും കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് മുഴുവൻ വരുമാനം 20 രൂപയും ചെലവാക്കിക്കൊണ്ട് വാങ്ങിച്ച ബണ്ടിലുകളുടെ കൂട്ടത്തിനെ യോജിപ്പിച്ച് നമുക്ക് ബഡ്ജറ്റ് ലൈനും കിട്ടിയിരുന്നു. ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് സ്ലോപ്പ് കിട്ടാൻ നോക്കാം. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ ബണ്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബണ്ടിലിൽ എങ്ങനെയാണ് 1 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി 1ഉം 3 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി 2ഉം ആണ് അയാൾ വാങ്ങിച്ചിരിക്കുന്നത്.
അയാള് ചിന്തിക്കുകയാണ്, എനിക്ക് കമ്മോഡിറ്റി 1ന്റെ ഒരു യൂണിറ്റും കൂടി വേണമല്ലോ. ഓട്ടോമാറ്റിക്കലി കമ്മോഡിറ്റി 1ന്റെ ഒരു യൂണിറ്റ് കൂടെ എന്ന് പറഞ്ഞാൽ എന്താ, കമ്മോഡിറ്റി രണ്ട് യൂണിറ്റ് ആക്കുക അല്ലെ. കമ്മോഡിറ്റി 1ന്റെ രണ്ടളവ് വാങ്ങിക്കുക. പക്ഷെ അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, കമ്മോഡിറ്റി 2ന്റെ അളവ് കുറച്ചേ മതിയാവും, അല്ലാതെ അയാൾക്ക് വരുമാനം അതിന്റെ കൂടുതലില്ല. അപ്പൊ എന്ത് ചെയ്യണം, വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ കുറച്ചപ്പോ എത്ര യൂണിറ്റ് വെച്ച് വാങ്ങിച്ചു, കമ്മോഡിറ്റി 1ന്റെ 2 യൂണിറ്റും കമ്മോഡിറ്റി 2ന്റെ 2 യൂണിറ്റും വാങ്ങിച്ചു. അപ്പൊ കമ്മോഡിറ്റി 1 ഒരു യൂണിറ്റ് കൂടി, കമ്മോഡിറ്റി 2ന്റെ ഒരു യൂണിറ്റ് കുറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ടും ഒരു യൂണിറ്റ് ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കാരണം എന്താ, രണ്ടിന്റെയും വില സെയിം ആണ് അല്ലെ. ഒരു യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഗുഡിന്റെ ഒരു യൂണിറ്റ് തന്നെ കുറയ്ക്കേണ്ടി വന്നുള്ളൂ. ഇവിടെ ഇത്രയും അളവാണ് കമ്മോഡിറ്റി 2 കുറച്ചിരിക്കുന്നത്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡെൽറ്റ x2. ഇത്രയും അളവ് ഡെൽറ്റ x2 വന്ന ചേഞ്ച്. ഇനി കൂടിയത് എത്രയാ, കൂടിയത് എവിടെയാ വരുന്നത്, ഈ ഒരു യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റ് ആയി കൂടി. അപ്പൊ ഇത്രയും ഭാഗമാണ് എന്ത്, ഡെൽറ്റ x1 എന്ന് പറയുന്നത് x1 വന്ന ചേഞ്ച്. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞ സ്ലോപ്പ് -P1/P2 ആണ്. ഇവിടെ നമ്മൾ കമ്മോഡിറ്റീസിന്റെ ചേഞ്ചിൽ വന്ന മാറ്റം വഴിയാണ് എങ്ങനെ ഈ സ്ലോപ്പ് വന്നുള്ളത് പറഞ്ഞത്. പ്രൈസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, ഇവിടെ കമ്മോഡിറ്റി 1 വാങ്ങിക്കാൻ നമുക്ക് എത്ര രൂപ വേണമായിരുന്നു, 5 രൂപ വേണം. അതിന്റെ ഒരു യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കണ്ടേ, അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു 5 രൂപയും കൂടി വേണം അല്ലെ. പക്ഷെ നമ്മള് ഇതിന്റെ കൂടെ കമ്മോഡിറ്റി 2 വാങ്ങിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഓപ്ഷൻ ഇതിന്റെ ഒരു യൂണിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ഇതിന് വെച്ചിരുന്ന ഒരു 5 രൂപ, അതായത് കമ്മോഡിറ്റി 2വിന് വേണ്ടി വെച്ചിരുന്ന ഒരു 5 രൂപ എന്തിനു വേണ്ടി മാറ്റി വെക്കുക, കമ്മോഡിറ്റി 1ന് വേണ്ടി മാറ്റി വെക്കുക. അപ്പൊ അവിടെ ഒരു 5 രൂപ കുറച്ചു. ആ ഡിഫറൻസിനെ, ആ റേഷ്യോ ആണ് നമ്മൾ പ്രൈസ് ലൈനിന്റെ രൂപത്തില് നേരത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതിയത്. എന്ത്, P1/P2 എന്നുള്ള ഇക്വേഷൻ ആണ് ആ ചെരിവ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തുകൂടി വരും, മൈനസ് ചിഹ്നം വരും. എന്തുകൊണ്ടാണ്, ബഡ്ജറ്റ് ലൈൻ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആയതുകൊണ്ടാണ് മൈനസ് ചിഹ്നം ഇവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, കമ്മോഡിറ്റി 1ന്റെ ഒരു യൂണിറ്റ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കമ്മോഡിറ്റി 2 എത്ര സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് കമ്മോഡിറ്റീസിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ -P1/P2 അല്ലെങ്കിൽ എന്ത് എഴുതാം, ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1. രണ്ടും സെയിം ആണ് കേട്ടോ. ഇവിടെ ഡെൽറ്റ x2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ x1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എന്താണ്, ഡെൽറ്റ x2 എന്ന് പറയുന്നത് കുറയ്ക്കുകയാണ്, ഡെൽറ്റ x1 എന്ന് പറയുന്നത് കൂട്ടുകയാണ്. ഓക്കെ, ഇപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്താന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇവിടെ ഈ ബഡ്ജറ്റ് ലൈൻ നമ്മുടെ കൺസംഷൻ സ്പേസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. അതുപോലെ ഈ ബഡ്ജറ്റ് ലൈനിൽ നമ്മള് ബണ്ടിൽസിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ വരുമാനം മുഴുവൻ ഉപയോഗിച്ച് വാങ്ങിക്കുന്ന ബണ്ടിൽസ് ആണ്. ആ ബണ്ടിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് എഫിഷ്യന്റ് ബണ്ടിൽസ്. ഓക്കെ, മുഴുവൻ വരുമാനം ഉപയോഗിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ബണ്ടിൽസിനെ പറയുന്ന പേരെന്താണ്, എഫിഷ്യന്റ് ബണ്ടിൽ. അപ്പൊ ഇത് ഏത് ബണ്ടിലായാലും ഏത് പോയിന്റുകളായാലും എന്താണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ബണ്ടിൽസ് ആണ്. നമ്മുടെ വരുമാനം മുഴുവൻ ചെലവാക്കി. ഇനി നമ്മളിപ്പോ നോക്കൂ, ഇങ്ങനെ ഇവിടെ ഒരു ബണ്ടിൽ വരികയെന്ന് വിചാരിക്കുക, 1 2 ഒരു യൂണിറ്റ് എക്സും 2 യൂണിറ്റ് വൈയും വാങ്ങിക്കുന്ന ഒരു ബണ്ടിലാണെങ്കിൽ നമ്മുടെ വരുമാനം മുഴുവൻ നമ്മൾ ചെലവാക്കുന്നുണ്ടോ, ഇല്ല. ബാക്കി പൈസ അവിടെ ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ബണ്ടിലിനെ നമ്മൾ പറയും ഇൻഫീരിയർ ബണ്ടിൽ. മുഴുവൻ വരുമാനവും ചെലവാക്കാതെ നമ്മൾ വാങ്ങിക്കുന്ന ബണ്ടിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫീരിയർ ബണ്ടിൽസ്. ഇനി വേറൊരു സ്പേസ് എവിടെയുള്ളത്, നമ്മുടെ വരുമാനത്തിനപ്പുറം വേറൊരു ലോകമുണ്ട് അല്ലെ, ഈ ഒരു സ്പേസ്. അവിടെയും ബണ്ടിൽസുകൾ ഉണ്ടാവാം, പക്ഷെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ, ഇല്ല. നമ്മുടെ വരുമാനം എത്രയാണ്, ഇത്രയാണ്. ഇവിടെ ഒരു കൺസ്ട്രെയിൻ വന്നു അല്ലെ. ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ബണ്ടിൽസിനെ നമ്മൾ എന്ത് പറയും, സുപ്പീരിയർ ബണ്ടിൽ ഓർ പ്രിഫേർഡ് ബണ്ടിൽ. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് ലൈനിലുള്ള കോമ്പിനേഷൻസിനെ, ആ ബണ്ടിൽസിനെ നമ്മൾ എന്ത് പറയും, എഫിഷ്യന്റ് ബണ്ടിൽസ് എന്ന് പറയും. ബഡ്ജറ്റ് ലൈനിന്റെ ലെഫ്റ്റിൽ ഇവിടെ ഏത് പോയിന്റിൽ വന്നാലും അത് ഇൻഫീരിയർ ബണ്ടിലാണ്. ബഡ്ജറ്റ് ലൈനിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഏത് പോയിന്റും ഏത് ബണ്ടിൽസും എന്താണ്, സുപ്പീരിയർ ബണ്ടിൽസ് ആണ്, അല്ലെങ്കിൽ പ്രിഫേർഡ് ബണ്ടിൽസ് എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ്. ബഡ്ജറ്റ് സെറ്റിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാല് കൺസംഷൻ ബണ്ടിലുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റ് സെറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല.
അത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ കയ്യിലുള്ള വരുമാനം, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അടുത്തത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റീസ്, കമ്മോഡിറ്റീസിന്റെ പ്രൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും മാറി മാറി വരാം. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, ചേഞ്ചസ് ഇൻ ഇൻകം. ഫസ്റ്റ്, ചേഞ്ചസ് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ബഡ്ജറ്റ് ലൈനിന് എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? ഒരു കൺസ്യൂമറിന്റെ വരുമാനം എപ്പോഴും ഒരുപോലെ ആയിരിക്കുമോ? അല്ല, രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളല്ലേ സംഭവിക്കുള്ളൂ. എന്താണത്? ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ നോക്കൂ. ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കൺസ്യൂമറിന്റെ കയ്യില് പണം കൂടി, അയാളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കൂടി. അങ്ങനെ കൂടി കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ അളവ് കമ്മോഡിറ്റീസ് വാങ്ങിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ ദിവസത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. അയാളുടെ കയ്യിലുള്ള വരുമാനം എത്രയായിരുന്നു? 20 രൂപയായിരുന്നു. അപ്പൊ എത്ര യൂണിറ്റ് കമ്മോഡിറ്റീസ് വാങ്ങിക്കാൻ പറ്റിയിരുന്നു? 4 യൂണിറ്റ് കമ്മോഡിറ്റീസ് വാങ്ങിക്കാൻ പറ്റിയിരുന്നു അല്ലെ? രണ്ടിന്റെയും 4 യൂണിറ്റ് വാങ്ങിക്കാം. രണ്ടിന്റെന്ന് വെച്ചാല് അറ്റ് എ ടൈം അല്ല, മാക്സിമം 4 യൂണിറ്റ് കമ്മോഡിറ്റീസ് വാങ്ങിക്കാം. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് കൺസ്യൂമറിന്റെ ഇൻകം 20 രൂപയിൽ നിന്ന് 30 രൂപയായി വർദ്ധിച്ചു. പ്രൈസിൽ മാറ്റമൊന്നും വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 30. M 30 ആയി. അങ്ങനെ 30 ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ x1 x2 കണ്ടുപിടിച്ചിരുന്നത്? M ബൈ P1 5. 30 ബൈ 5 എത്രയാ? 6. അപ്പൊ 4 യൂണിറ്റ് വാങ്ങിച്ചിരുന്ന സ്ഥാനത്ത് ആ കൺസ്യൂമറിന് എത്ര യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും? 6 യൂണിറ്റ് വാങ്ങിക്കാനുള്ള എബിലിറ്റി ആയി അല്ലെ? ഇത് നമുക്ക് ഡയഗ്രമാറ്റിക്കലി എന്ത് ചേഞ്ച് ആണ് വരിക നോക്കാം. കഴിഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. കഴിഞ്ഞ എക്സാമ്പിൾ എങ്ങനെയായിരുന്നു? 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 4. പുതിയ ഇക്വേഷൻ എന്താണ്? വരുമാനം എത്രയായിട്ടാണ് കൂടിയത്? 30 ആയിട്ട് കൂടി. സോ 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 30 എന്നാവും ഇക്വേഷൻ. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമുക്ക് എത്രയാ കിട്ടുക? 6 ആണ്. ഇവിടെ മാർക്ക് ചെയ്തു. സോറി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 6 അല്ലെ? രണ്ടിന്റെ വില സെയിം ആണ്, 5 തന്നെയാണ്. അതുകൊണ്ട് രണ്ടും നമുക്ക് എന്താണ്? 6 യൂണിറ്റ് ആണ് മാക്സിമം വാങ്ങിക്കാൻ പറ്റുക. അപ്പൊ നമ്മള് പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 6 എന്നുള്ള പോയിന്റുകളെ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബഡ്ജറ്റ് ലൈൻ കിട്ടി. വരുമാനം കൂടിയപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഇക്വേഷൻ ഇതാണ്, 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 30. എന്ത് മാറ്റം സംഭവിച്ചു? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ PP എന്നുള്ള ബഡ്ജറ്റ് ലൈൻ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു അല്ലെ? വലത്തേക്ക് മാറി, അല്ലെങ്കിൽ മുകൾ വശത്തേക്ക് ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇൻകം കൂടുമ്പോ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടാണ് മാറുന്നത്? റൈറ്റിലേക്ക് മാറുന്നു. പുതിയൊരു ബഡ്ജറ്റ് ലൈൻ വരുന്നു, P1 എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ PP, നെക്സ്റ്റ് P1 എന്നുള്ള പുതിയൊരു ബഡ്ജറ്റ് ലൈൻ കിട്ടി. വരുമാനം കൂടുമ്പോ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്കാണ് മാറുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് തരത്തിലാണ് വരുമാനത്തിന് മാറ്റം സംഭവിക്കുക. ഒന്നുകിൽ വരുമാനം കൂടും, അല്ലെങ്കിൽ വരുമാനം കുറയും. വരുമാനം കൂടുമ്പോൾ നമ്മൾ പറഞ്ഞു ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്കാണ് മാറുന്നത്. ഇനി വരുമാനം കുറയുമ്പോ എങ്ങനെയായിരിക്കും സംഭവിക്കുക നോക്കാം. നമുക്ക് അസ്യൂം ചെയ്യാം വരുമാനം 10 ആയിട്ട് കുറഞ്ഞു. 20 ആയിരുന്നത് 10 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഇക്വേഷൻ 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 10. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് കിട്ടും നമുക്ക്? 10 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 2 കിട്ടും. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടലില് 2 ഇവിടെയാണ്, വെർട്ടിക്കലില് 2 ഇവിടെയാണ്. ഈ രണ്ട് പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് പുതിയ ബഡ്ജറ്റ് ലൈൻ കിട്ടി. വരുമാനം കുറഞ്ഞപ്പോ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടാണ് മാറിയത്? ലെഫ്റ്റിലേക്ക് മാറി. നമുക്ക് പുതിയൊരു പേര് കൊടുക്കാം ബഡ്ജറ്റ് ലൈന് P2. ഇക്വേഷൻ ഇതാണ്, 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 10 ആകുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് പ്രൈസിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? വരുമാനം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വരുമാനം കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ചേഞ്ച് നോക്കാം. നമുക്ക് വരുമാനത്തിലുള്ള ചേഞ്ച് നമുക്ക് മനസ്സിലായല്ലോ. ഇനി
പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റം വരുന്നു? പ്രൈസിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ തന്നെയാണ് വരിക, കൂടുക കുറയുക. പക്ഷെ ഇവിടെ എന്താണ്, രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട് അല്ലെ? രണ്ട് കമ്മോഡിറ്റീസ് വരുമ്പോ ഇപ്പൊ കമ്മോഡിറ്റി വണ്ണിന്റെ കേസ് നമുക്ക് നോക്കാം. ഓക്കെ, കമ്മോഡിറ്റി വണ്ണിന്റെ പ്രൈസ് കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മൾ നോക്കിയ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇവിടെ കമ്മോഡിറ്റി വണ്ണിന്റെ വില നമ്മൾ അസ്യൂം ചെയ്യാണ് 10 രൂപയായിട്ട് കൂടുന്നു. ഓക്കെ, കമ്മോഡിറ്റി വണ്ണിന്റെ വില മാത്രമേ കൂടുന്നുള്ളൂ, കമ്മോഡിറ്റി ടുവിന്റെ വിലയിൽ മാറ്റമില്ല, നമ്മുടെ വരുമാനത്തിലും മാറ്റമില്ല. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? 10x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ഇങ്ങനെ തരുമ്പോ നമ്മള് ഇവിടെ പുതിയ ഇക്വേഷൻ അല്ലേ, നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. ഇവിടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണാം? m/p1. കമ്മോഡിറ്റി വണ്ണിന്റെ വില 10 ആയി ഇൻക്രീസ് ചെയ്തു. അപ്പൊ m ഇവിടെ 20 ആണ്. 20 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് ഇവിടെ പുതിയ ഇക്വേഷന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടി 2. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതല്ലേ, അവിടെ പ്രൈസിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ എന്താണ്, 4 തന്നെയായിരിക്കും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടി ബഡ്ജറ്റ് ലൈനിന്റെ. കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചത്? ലെഫ്റ്റിലേക്ക് മാറുകയാണ് ചെയ്തത്. y എന്ന കമ്മോഡിറ്റിയുടെ വിലയിൽ മാറ്റമൊന്നുമില്ല, കമ്മോഡിറ്റി വണ്ണിന്റെ വിലയിൽ മാത്രമേ മാറ്റുള്ളൂ. അത് പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. കമ്മോഡിറ്റി വണ്ണിന്റെ വില കൂടുമ്പോൾ നമുക്ക് കുറച്ചളവ് സാധനമല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. സോ 4ൽ നിന്ന് 4 യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റിയിരുന്ന സാധനം 2 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇക്വേഷൻ ഇവിടെ മാർക്ക് ചെയ്യുക 10x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. കമ്മോഡിറ്റി വണ്ണിന്റെ വില കൂടുമ്പോ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി കമ്മോഡിറ്റി വണ്ണിന്റെ വില കുറയുന്നു, മറ്റ് കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റമില്ല കേട്ടോ. കമ്മോഡിറ്റി ടുവിന്റെ വില മാറുന്നില്ല, വരുമാനം മാറുന്നില്ല. കമ്മോഡിറ്റി വണ്ണിന്റെ വില 5 രൂപയിൽ നിന്ന് 4 രൂപയായി കുറയുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? 4x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ വരും? 20/4, 5 യൂണിറ്റ്. ഓക്കെ, അപ്പൊ 5 യൂണിറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ആദ്യം 4 ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം. വില കുറഞ്ഞപ്പോ നമുക്ക് 1 യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കാൻ പറ്റിയില്ലേ. അപ്പൊ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 5 ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ മാറ്റമൊന്നുമില്ല, പ്രൈസിൽ ചേഞ്ച് വന്നിട്ടില്ലല്ലോ. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് തന്നെയായിരിക്കും. പുതിയ ലൈൻ ഇങ്ങനെ വരും, ബഡ്ജറ്റ് ലൈൻ. കണ്ടോ, 4x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ക്ലിയർ ആയോ? അപ്പൊ കമ്മോഡിറ്റി വണ്ണിന്റെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ബഡ്ജറ്റ് ലൈനിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മളിപ്പോ കണ്ടത്. എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചത്? പ്രൈസ് കൂടിയപ്പോ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പ്രൈസ് കുറഞ്ഞപ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്താ അർത്ഥം? കമ്മോഡിറ്റീസ് വില കൂടിയപ്പോ കമ്മോഡിറ്റി കുറച്ച് വാങ്ങിക്കാൻ പറ്റുള്ളൂ, വില കുറഞ്ഞപ്പോ ആദ്യത്തേനേക്കാൾ 1 യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കാൻ പറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ഡയഗ്രത്തില് മാറ്റം സംഭവിക്കുക. ഇനി നമുക്ക് കമ്മോഡിറ്റി ടുവിന്റെ പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് എന്ത് ചേഞ്ചസ് ആണ് ബഡ്ജറ്റ് ലൈനിൽ വരിക എന്ന് നോക്കാം. കമ്മോഡിറ്റി വണ്ണിന്റെ വില മാറില്ല, ഇൻകവും മാറില്ല. നമ്മുടെ ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. അസ്യൂം ചെയ്യാം കമ്മോഡിറ്റി ടുവിന്റെ വില 10 റുപ്പീസ് ആയിട്ട് കൂടി. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? 5x1 പ്ലസ് 10x2 ഈക്വൽ ടു 20. കമ്മോഡിറ്റി വണ്ണിന്റെ വില മാറുന്നില്ല കേട്ടോ. അപ്പൊ എന്താ വരിക? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പുതിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണ്ടേ? 20/10 എത്രയാ വരിക? 2. പുതിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 2 കിട്ടി. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് സെയിം ആണ്, കാരണം പ്രൈസിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ ഡയഗ്രാം എങ്ങനെയാണ് വരിക? ഇവിടെ താഴത്തേക്ക് മാറി. 4 യൂണിറ്റ് വാങ്ങിച്ചിരുന്ന സാധനം 2 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇക്വേഷൻ എന്നിട്ട് ഇതിന്റെ നേരെ എഴുതി വെക്കണം. 5x1 പ്ലസ് 10x2 ഈക്വൽ ടു 20.
ഇനി അസ്യൂം ചെയ്തേ, നമ്മളിപ്പോ കൂടിയതല്ല അസ്യൂം ചെയ്തത്. ഇനി പ്രൈസ് കുറയാന്ന് വിചാരിക്കൂ. 5x1 പ്ലസ് 4x2 ഈക്വൽ ടു 20 എന്ന് വിചാരിച്ചേ. പുതിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഏതാ വരിക? 20/4. അപ്പൊ 5 യൂണിറ്റ് 4 യൂണിറ്റ് ആയിരുന്നത് വില കുറഞ്ഞപ്പോൾ 4 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് 1 യൂണിറ്റും കൂടി കമ്മോഡിറ്റി 2 കൂടുതൽ വാങ്ങിക്കാൻ പറ്റി. അപ്പൊ പുതിയ ഇന്റർസെപ്റ്റ് ഇതാണ്. ഇവിടുന്ന് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, പുതിയ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ വരും. ക്ലിയർ ആയോ? ഇവിടെ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടാ മാറിയത്? റൈറ്റിലേക്ക് മാറി അല്ലെ, മുകളിലേക്ക് മാറി. കൂടുതൽ അളവ് വാങ്ങിക്കാൻ പറ്റി. അപ്പൊ കമ്മോഡിറ്റി 2വിന്റെ കേസിലും എങ്ങനെയാണ്? പ്രൈസ് കൂടിയപ്പോൾ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, പ്രൈസ് കുറഞ്ഞപ്പോൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് ലൈനെ ബേസ് ചെയ്ത് ഒരു പ്രീവിയസ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ മോഡലിനൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും ചെയ്തു നോക്കാം. നോക്കൂ, മിസ്റ്റർ അബി വാണ്ട്സ് ടു കൺസ്യൂം 2 ഗുഡ്സ്. ശ്രീ അബിക്ക് 2 സാധനങ്ങൾ വാങ്ങണം. ദ പ്രൈസസ് ഓഫ് 2 ഗുഡ്സ് ആർ ₹4 and ₹5 respectively. If Abhi's income is ₹20, answer the following questions. First question, write down the equation of the budget line. ബഡ്ജറ്റ് രേഖയുടെ സൂത്രവാക്യം എഴുതുക. Second question, how much of good one that Abhi can consume if he spend his entire income on good one. അബിയുടെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ സാധനം മാത്രം വാങ്ങാൻ ഉപയോഗിച്ചാൽ എത്ര സാധനം വാങ്ങിക്കാൻ സാധിക്കും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഓഫ് ഗുഡ് 2 ദാറ്റ് അബി ക്യാൻ കൺസ്യൂം ഇഫ് ഹി സ്പെൻഡ്സ് ഹിസ് എൻറ്റയർ ഇൻകം ഓൺ ഗുഡ് 2. അബിയുടെ വരുമാനം മുഴുവൻ രണ്ടാമത്തെ സാധനം മാത്രം വാങ്ങാൻ ഉപയോഗിച്ചാൽ എത്ര സാധനം വാങ്ങിക്കാൻ സാധിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് രേഖയുടെ ചെരിവ് എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ഇഫ് ദ കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ് ഫ്രം ₹20 to ₹40 ബട്ട് പ്രൈസസ് റിമെയിൻ അൺചേഞ്ച്ഡ്. ഉപഭോക്താവിന്റെ വരുമാനം 20 രൂപയിൽ നിന്ന് 40 രൂപയായി വർദ്ധിക്കുകയും സാധനങ്ങളുടെ വില സ്ഥിരമായും നിന്നാൽ ബഡ്ജറ്റ് രേഖ എങ്ങനെ വ്യത്യാസപ്പെടും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദ ചേഞ്ച് ഇൻ ബഡ്ജറ്റ് ലൈൻ ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഡിക്രീസസ് ബൈ ₹1 but the price of good 1 and consumers income remain unchanged. ഒന്നാമത്തെ സാധനത്തിന്റെ വിലയിൽ വ്യത്യാസം വരാതെ രണ്ടാമത്തെ സാധനത്തിന്റെ വില 1 രൂപ താഴുകയും ഉപഭോക്താവിന്റെ വരുമാനം സ്ഥിരമായി നിൽക്കുകയും ചെയ്താൽ ബഡ്ജറ്റ് രേഖ എങ്ങനെ വ്യത്യാസപ്പെടുന്നു? ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഓരോന്നോരോന്നിൽ ചെയ്യാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. P1 = 4, P2 = 5, M = 20. അതായത് കമ്മോഡിറ്റി 1ന്റെ വില 4 രൂപ, കമ്മോഡിറ്റി 2ന്റെ വില 5 രൂപ, വരുമാനം 20 രൂപ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടാണ് ഈ 6 ചോദ്യങ്ങൾ അതിന്റെ പിന്നാലെ വരിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ബഡ്ജറ്റ് ലൈനിന്റെ സൂത്രവാക്യം എഴുതുക. എന്താ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ? എന്താണ്? P1 x1 plus P2 x2 = M. ഇവിടെ നമുക്ക് P1 ഉം P2 ഉം തന്നിട്ടുണ്ട്, M ഉം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിതിനെ ഇക്വേഷന്റെ ഫോമിലേക്ക് ആക്കാം. 4x1 plus 5x2 = 20. ഒരു മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിയുടെ കയ്യിലുള്ള വരുമാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് കമ്മോഡിറ്റി 1 മാത്രമാണ് വാങ്ങിക്കുന്നത് എങ്കിൽ അയാൾക്ക് എത്ര യൂണിറ്റ് കമ്മോഡിറ്റി വാങ്ങിക്കാൻ പറ്റും? എങ്ങനെയാണ് കാണുക? x1 കാണാൻ നമ്മൾ എന്താ ചെയ്യാ? M/P1 അല്ലേ. ഇവിടെ M എത്രയാണ്? 20 ആണ്. P1 എന്ന് പറയുന്നത് 4 ആണ്. സോ x1 എത്ര കിട്ടി? 5 യൂണിറ്റ്സ് അല്ലെ. കമ്മോഡിറ്റി 1ന്റെ 5 യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വരുമാനം മുഴുവൻ കമ്മോഡിറ്റി 2 മാത്രം വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും? x2 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? M/P2 20/5. എത്ര യൂണിറ്റ് വാങ്ങിക്കാം? 4 യൂണിറ്റ് വാങ്ങിക്കാം. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും എന്ന് പറയുന്നത് അല്ലെ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണാനുള്ള ഇക്വേഷൻ അല്ലേ ഇത്. അപ്പൊ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കാണുക.
സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? -P1/P2. ഇവിടെ P1 ഉം P2 നമുക്കറിയാലോ. എത്രയാണ്? P1 4, P2 5. അപ്പൊ ചെരിവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ -4/5. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് പോയിന്റ് ആക്കി എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൺസ്യൂമറിന്റെ ഇൻകം 20 രൂപയിൽ നിന്ന് 40 രൂപയായി വർദ്ധിച്ചാൽ ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റം വരും? അപ്പൊ നമുക്ക് അതിനു മുമ്പ് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. 20 40 ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? 4x1 plus 5x2 equal to 40. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ ഇക്വേഷൻ അനുസരിച്ച് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ദെൻ എന്ത് മാറ്റം വന്നു എന്നുള്ളത് ആ ഡയഗ്രത്തിൽ തന്നെ നമുക്ക് കാണിക്കണം. ഡയഗ്രം നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചിരുന്നു അല്ലെ. ആദ്യത്തെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയായിരുന്നു? 20/4 5. സോ അതിവിടെ മാർക്ക് ചെയ്തു. ദെൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റോ 20/5 4 അല്ലെ. ഇവിടെ വരും പോയിന്റ്. ഇതിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബഡ്ജറ്റ് ലൈൻ കിട്ടി. ഇക്വേഷൻ ഇവിടെ എഴുതി വെക്കണം. 4x1 plus 5x2 equal to 20. ഇനി നമുക്ക് പുതിയ ബഡ്ജറ്റ് ലൈനിന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ വരും? പുതിയ വരുമാനം എത്രയാണ്? 40 ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 40/4 equal to 10. Then വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനോ? 40/5 equal to 8. അപ്പൊ ഇവിടെ നമുക്ക് യൂണിറ്റ്സ് കൂടുതൽ വന്നിട്ടുണ്ട്. നമുക്കപ്പോ ഇവിടെ ഡയഗ്രാം കുറച്ച് നീട്ടി വരയ്ക്കാം. എക്സ് ആക്സിൽ 10 യൂണിറ്റ് വരെ വേണ്ടേ? അപ്പൊ 6 7 8 9 10. ഇവിടെ ഒരു 8 യൂണിറ്റ് വരെ വേണ്ടി വരും. 6 7 8. ഓക്കെ. അപ്പൊ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 10 ആണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 8 ആണ്. അപ്പൊ പുതിയ ബഡ്ജറ്റ് ലൈൻ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ. അപ്പൊ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ? 4x1 plus 5x2 equal to 40. പുതിയ വരുമാനത്തിനുണ്ടാകുന്ന മാറ്റം കൊണ്ട് വരുമാനം വർദ്ധിച്ചപ്പോൾ ബഡ്ജറ്റ് ലൈൻ റൈറ്റ് സൈഡിലേക്ക് മാറി. പുതിയ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെയായിരിക്കും വരിക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. അതെന്തായിരുന്നു? കമ്മോഡിറ്റി 1ന്റെ വിലയിൽ മാറ്റം വരുന്നില്ല, വരുമാനം മാറ്റം വരുന്നില്ല. കമ്മോഡിറ്റി 2വിന്റെ 1 രൂപ കുറയുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ആദ്യത്തെ ഇക്വേഷൻ 4x1 plus 5x2 equal to 20 ആയിരുന്നു. ഇവിടെ എങ്ങനെ വരും? അപ്പോ x2വിന്റെ, അതായത് കമ്മോഡിറ്റി 2വിന്റെ 1 രൂപ കുറയുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരിക? 4x1 plus 4x2 equal to 20. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് പുതിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇവിടെ കണ്ടുപിടിക്കണം അല്ലെ. നമ്മൾ ഇതിന്റെ കണ്ടുപിടിച്ചത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, കമ്മോഡിറ്റി 1ൽ മാറ്റമൊന്നും വരുന്നില്ല. സോ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇവിടെയാണ്, ഇവിടെ തന്നെയായിരിക്കും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് പുതിയത് എവിടെ വരും? 4 യൂണിറ്റ് ആയിരുന്നത് നമുക്ക് 5 യൂണിറ്റ് ആക്കി വാങ്ങിക്കാൻ പറ്റും അല്ലെ. 20/4 equal to 5 യൂണിറ്റ്. കമ്മോഡിറ്റി 2ന്റെ 5 യൂണിറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഡയഗ്രാം ഇങ്ങനെ വരും. ഓക്കെ. അപ്പൊ ഇതാണ് പുതിയ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ 4x1 plus 4x2 equal to 20. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന്റെ ചോദ്യമൊക്കെ വരുമ്പോ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ അതിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരെ 5 മാർക്കിന് ഇത് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.